നമസ്കാരം. തലപതി വിജയ് നായകനായിട്ടുള്ള ഗോഡ് സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ട്രെയിലറിന് സമ്മിശ്ര അഭിപ്രായമാണ് ഉള്ളത്. ചിലർക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടു, ചിലർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു മിക്സഡ് റിവ്യൂ ആണ് ഇതിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ട്രോളുകളും പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പടവുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഈ ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് വന്ന സമയം തൊട്ട് തന്നെ ഈ ട്രോളുകൾ ഉള്ളതാണ്. അത് ഒരുപാട് ഇപ്പോൾ ഈ അമൽ ഡേവിസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിജയുടെ ലുക്കാണ് മെയിനായിട്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത്. ഡി ഏജ് ചെയ്തിട്ടുള്ള ആ ഒരു ലുക്ക്, പ്രസന്റ് ലുക്ക് അല്ല, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഡി ഏജ് ചെയ്ത് ചെറുപ്പകാലം കാണിക്കുന്ന ഒരു പോർഷൻസിൽ ഒരുപാട് വിമർശനങ്ങൾ, ഇത് അമൽ ഡേവിസ് ആണോ, പ്രേമലുവിലെ അമൽ ഡേവിസ് ആണോ ഈ റോഡ് ചെയ്തേക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ട്. അപ്പം എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ ക്രിട്ടിസൈസ് ഒന്നും ചെയ്യത്തൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഞാനത് കഴിഞ്ഞ ട്രെയിലർ റിവ്യൂവിലും പറഞ്ഞ കാര്യമാണ്, എനിക്കും തോന്നിയത് അതല്ലാതെ വിജയ് കഷ്ടപ്പെട്ട് ശരിക്കും പ്രായം കുറച്ച് ചെയ്തിരുന്നെങ്കിൽ ഈ വിമർശനങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. കാരണം എത്രയോ ആക്ടേഴ്സ് ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ വെയിറ്റ് കുറയ്ക്കുകയും ഒരുപാട് കഷ്ടപ്പെട്ട് കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അർപ്പണ മനോഭാവത്തോട് കൂടിയിട്ട് ശരീരഭാരം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. പ്രായം മാച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ സൂര്യ ആയിക്കോട്ടെ, വിക്രം ആയിക്കോട്ടെ, ഒരുപാട് ആക്ടേഴ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ആക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിമ്പു പോലും ഒരുപാട് സിനിമയ്ക്ക് ഒക്കെ വേണ്ടിയിട്ട് ഈ ബോഡി ട്രാൻസ്ഫർമേഷനൊക്കെ ചിമ്പു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചിമ്പു ഒരു സമയത്ത് വെയിറ്റ് വെച്ചിരുന്നിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടാണ് മാനാട് പോലും അങ്ങനെയുള്ള പടങ്ങളടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒത്തിരി ആക്ടേഴ്സ് അത് ചെയ്തിട്ടുണ്ട്. ഈവൻ മലയാളത്തിലെ പൃഥ്വിരാജ് വലിയൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തൊരു ആക്ടറാണ് അല്ലേ. അപ്പോൾ അതുപോലെ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. വിജയ്ക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? വിജയ് മാത്രം എന്തിന് ഇങ്ങനെ ഒരു ഈ ഒരു ഡി ഏജിങ്, ഇപ്പോൾ VFXനെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നു. VFX ആണെങ്കിൽ ഇഫ് ഐ ആം നോട്ട് റോങ്, ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, ലൈക്ക് ഇപ്പോൾ ഡി ഏജിങ് പ്രോസസ്സിലൂടെ എന്തിനങ്ങനെ ചെയ്തിട്ട് പ്രായം കുറച്ച് കാണിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ വരുന്നു. അപ്പം അത് ഒരു പരിധി വരെ സത്യമല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഈ വിമർശനങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കാമായിരുന്നു. ബാക്കി ഇപ്പോൾ പടം വന്നാലും നമുക്ക് പടത്തിനെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോഴേ പടത്തിനെ ആരും ക്രിട്ടിസൈസ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ട്രെയിലർ വെച്ചിട്ട് നമുക്കുള്ള കാര്യങ്ങൾ റിവ്യൂ ചെയ്യാം എന്നുള്ളതല്ലാതെ. പക്ഷേ ഈ ഒരു സംഭവം ട്രോള് മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും ഇപ്പം ഈ റിവ്യൂ പറഞ്ഞേക്കുന്നത്, ഈ ട്രെയിലർ ഡീകോഡ് ചെയ്തേക്കുന്ന ആൾക്കാർ, മെജോറിറ്റി ആൾക്കാർ അങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ട്രോളുകളിൽ അവർ ട്രോൾ ചെയ്യുന്നതൊക്കെ ഈ ലുക്കിൻ്റെ പേരിലാണ്. ഈ ഒരു ഘടകം മാത്രമാണ് എല്ലാവരും പറയുന്നത്. അപ്പം അത് പറയാനുള്ള കാരണം മറ്റുള്ള ആക്ടേഴ്സ് ഇങ്ങനെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പം എത്രയോ കഷ്ടപ്പെട്ട് സൂര്യ വാരണായണത്തിന് വേണ്ടിയിട്ട് എത്രയോ കഷ്ടപ്പെട്ടാണ് അത് ചെയ്തത് അല്ലേ. ചെറുപ്പകാരെ അഭിനയിച്ചിട്ടുണ്ട്. സൂര്യ പൊട്ടന് വേണ്ടിയിട്ട് യങ് പോർഷൻസ് കാണിക്കുന്ന സമയത്ത് പുള്ളി നല്ലോണം വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതുപോലെ തന്നെ എത്രയോ പടത്തിന് 7ാം അറിവിന് വേണ്ടി ചില പോർഷൻ 6 പാക്ക് കാണിക്കണം. മുരുകദോസ് തന്നെ പറയുന്നുണ്ട് അധികം സമയം ഉണ്ടായിരുന്നില്ല, പക്ഷേ സൂര്യ ഒത്തിരി എഫേർട്ട് എടുത്തിട്ട് ആ സമയത്ത് വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ട്. അങ്ങനെ ഇരിക്കെ വിജയിക്കും അതാകാം എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ താരതമ്യം വരുന്നത്. ഓക്കെ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയണ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ലെ ഈ വിജയുടെ ചെറുപ്പകാലം കാണിക്കാനായിട്ട് വേറെ ആക്ടേഴ്സ് ഇവിടെ ഉണ്ട് അല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ ഉണ്ണി വ്ളോഗ്സിൻ്റെ വീഡിയോയിൽ പറയുന്ന പോലെ മാത്യു തോമസ് ഒക്കെ ഉണ്ട്. മാത്യു ഒക്കെ വിജയുടെ ചെറുപ്പം കാണിക്കാൻ നല്ല മാച്ചാണ്. അതിപ്പം ലോകേഷിൻ്റെ ലിയോ നോക്കിയാൽ മാത്യുവിനെ വിജയുടെ മകനായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ നല്ല മാച്ചായിരുന്നത്, നല്ല കൺവിൻസിങ് ആയിരുന്നു അത്. കാരണം വിജയുടെ ഒക്കെ ഒരു ഛായ ഉണ്ട് പുള്ളിക്ക്, എവിടെയൊക്കെയോ ഒരു സാമ്യതയുണ്ട്. അപ്പം വിജയുടെ ചെറുപ്പകാലം മാത്യുവിനെ കൊണ്ട് ജയിപ്പിച്ചാലും കുഴപ്പമില്ല. അല്ലെ വേറെ ഇഷ്ടം പോലെ ആക്ടേഴ്സ് ഇല്ലേ, അല്ലെ പുതിയൊരാളെ ഓഡിഷൻ ചെയ്ത് കണ്ടുപിടിക്കുകയോ, കമ്പാരിറ്റീവ്ലി ഒരു സാമ്യം മതിയല്ലോ. അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവരുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ വിജയുടെ പടത്തിൽ നോക്കുവാണെങ്കിൽ അച്ഛനും മകനും എല്ലാ റോളും പൊതുവെ വിജയ് തന്നെ ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലെ. ഇപ്പോൾ രായപ്പൻ നോക്കിയാലും മെർസൽ നോക്കിയാലും ഒക്കെ അങ്ങനത്തെ ഒരു 3 പ്രധാനപ്പെട്ട റോൾ തന്നെ 3 വിജയ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണോ എനിക്കറിയത്തില്ല, അത് മേക്കേഴ്സിനെ അറിയത്തുള്ളൂ. പടം വന്നാലേ നമുക്ക് പറയാനും പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് തോന്നിയൊരു അഭിപ്രായം ജെനുവിൻലി ഇതാണ്. പടം ആ വിജയമാകട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ഒരു ഫാക്ടറാണ്, ട്രോള് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഘടകം വെച്ചിട്ട് മാത്രമാണ്. പിന്നെ ഈ ട്രോള് ചെയ്യുമ്പോൾ ട്രോൾ ചെയ്യുന്ന ആൾക്കാരെ പോയിട്ട് വിജയുടെ ഫാൻസ് തെറി വിളിക്കുക, ചീത്ത വിളിക്കുക പരിപാടിയുണ്ട്. ഇപ്പോൾ ഉണ്ണി വ്ളോഗ്സിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അവിടെ വന്നിട്ട് എന്നാൽ പിന്നെ നീ ഒരു പടം പിടിക്കട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അതൊക്കെ പിന്നെ മാന്യമായിട്ടുള്ളതാണെന്ന് വെക്കാം. അങ്ങനെയുള്ള ഇപ്പോൾ കുറച്ച് മാന്യമായിട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ആൾക്കാരുടെ കമൻ്റ് ഇടലൊക്കെ. അപ്പോൾ ഇനി ഞാൻ കാണാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഫാൻസുകാരുടെയൊക്കെ കമൻ്റ് ഇടലൊക്കെ ഇപ്പിച്ചിരി മെച്ചപ്പെട്ടിട്ടുണ്ട്, അല്പം മാന്യമായിട്ടുണ്ടെന്ന് എനിക്ക് പൊതുവേ തോന്നുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് യൂട്യൂബിലെങ്കിലും. ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇപ്പോഴും
പഴയ ഗതിയിൽ നിന്ന് മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല കമൻറ്റ് ബോക്സിലും കമൻറ്റുകൾ പരിതാപകരമാണ്. പലപ്പോഴും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഫിലിം ആക്ടേഴ്സിൻ്റെ പടത്തിനെ വിമർശിച്ചാലോ, അല്ലെങ്കിൽ അത് ഇന്നത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു, ബെറ്റർ ആക്കാമായിരുന്നു എന്ന് വളരെ ജെന്യുവനായിട്ട് മാന്യമായിട്ട് പറഞ്ഞാൽ പോലും അവിടെ വന്ന് തെറി വിളിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലുണ്ട്, അല്ല അങ്ങനെയുള്ള ഫിലിം ഗ്രൂപ്പുകളിലുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ കാണുന്നതുമാണ്. ട്രോൾ പേജസിൻ്റെ കമൻറ്റ് ബോക്സുകൾ നോക്കിയാൽ അങ്ങനെ കാണാൻ പറ്റും. ഇതൊക്കെയുണ്ട്. ഇവനൊരു ട്രോൾ വന്നാൽ പോലും ആ ട്രോൾ ഇട്ട ഒരു അഡ്മിൻ, അയാൾ ഇട്ട ജെന്യുവൻ ആയിട്ടൊരു കാര്യമാണെങ്കിൽ പോലും അവിടെ വന്നിട്ട് പോലും ഈ ഫാൻസുകാർ വന്നിട്ട് കരയാറുണ്ട്. അത് പതിവാണ്. അപ്പോൾ അതിനൊക്കെ ഇനി എന്നാ മാറ്റം വരുന്നതെന്നും ഈ സിനിമാ താരങ്ങളൊക്കെ സാധാരണ മനുഷ്യരാണ്, നമ്മളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യരാണ് എന്നുള്ള ലെവലിലേക്ക് എന്ന് ഈ ആൾക്കാർക്ക് ബോധം വെക്കും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. വാട്ട് എവർ ഇറ്റ് ഈസ് ലൈക്ക്, ഇപ്പോൾ വിജയ് ആണെങ്കിലും സൂര്യ ആണെങ്കിലും അല്ലു അർജുൻ ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും ഒക്കെ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. അവരുടെ പടം കാണുക, ലൈക്ക് സംഭവം റിവ്യൂ ചെയ്യുക, അഭിപ്രായം പറയുക, പോവുക, അതവിടെ കഴിയണം. അല്ലാതെ ഈ അന്ധമായിട്ടുള്ള ഫാനിസം വെച്ചുകൊണ്ടിരുന്നിട്ടും വലിയ അതൊന്നും കിട്ടാനൊന്നുമില്ല. കാരണം ഇവരാരും അല്ല നമ്മുടെ വീട്ടിലോട്ട് അയി മേടിച്ച് വരുന്നു. സോ അവരവരുടെ വർക്ക് ചെയ്യുന്നു. ആ വർക്കിനെ നമ്മൾ അവർ വർക്കായിട്ട് കണ്ട് റെസ്പെക്ട് ചെയ്യുന്നു, അക്നോളജ് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ക്രിട്ടിസൈസ് ചെയ്യാനുള്ളതാണ്, ഹെൽത്തി ക്രിറ്റിസിസം നടത്തുന്നു, വീട്ടിൽ പോകുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കണം ഫാനിസം എന്ന് പറയുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ലെവലിലും പോകേണ്ട കാര്യമില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും ഗോഡ് ട്രെയിലറിനെ പറ്റിയിട്ടും മറ്റ് ഇപ്പം വന്നിട്ടുള്ള പോസ്റ്റേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യുക. സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ പ്രതീക്ഷ എത്രത്തോളമാണ് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ.